ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും അടുത്ത ആഴ്ച സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പം അടുത്ത ആഴ്ചയൊക്കെ ഹോളിഡേയും അതുപോലെ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമായി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. വരുന്ന ആഴ്ചയിലെ അലീനയുടെയും മനുവിന്റെ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം പ്രൊമോ സെഷനിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വൈജയന്തിക്ക് വലിയൊരു അപകടം ഉണ്ടാവുകയുണ്ട്. അങ്ങനെ മരണത്തോട് മല്ലടിച്ച് മരണം തന്റെ തേടിയെത്തുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അലീന എന്ന പെൺകുട്ടി അലീന കാരണം വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയാണ്. അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് വലിയ ദേഷ്യത്തോടും പകയോടും കൂടിയാണ് അലീനയോടും ബാലചന്ദ്രനോടും മൊത്തത്തിൽ എല്ലാവരോടും വലിയൊരു വെറുപ്പും പകയുമായിട്ട് പോകുന്ന യാത്രയിൽ തന്റെ വാഹനം അപകടത്തിൽപ്പെടുകയും അങ്ങനെ ആർക്കും രക്ഷിക്കുവാൻ കഴിയത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് വൈജയന്തി പോവുകയാട്ടോ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ. അപ്പൊ ഇതിനിടയിൽ സംഭവിക്കുന്ന ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാകുകയുണ്ടോ. വീട്ടിൽ വലിയ കലാപതുല്യമാകുന്ന ചില അവസ്ഥയുണ്ടാകും. കാരണം വീട്ടിലേക്ക് പോയ അല്ലെങ്കിൽ തന്റെ ആങ്ങളമാരെ വിളിച്ചു വരുത്തി വൈജയന്തിയുടെ സത്യങ്ങൾ പറയുകയാണ്. അല്ലെങ്കിൽ ബാലചന്ദ്രൻ പറഞ്ഞ ആ നുണക്കഥ അതേപടി വൈജയന്തിയോട് പറയാം, വൈജയന്തി നമുക്ക് തെറ്റുപറ്റിപ്പോയി, നമ്മളെല്ലാം ചതിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അലീന എന്ന പെൺകുട്ടി വെറും വേലക്കാരിയല്ല, അല്ലെങ്കിൽ ഒരു അനാഥാലയത്തെ വളർന്ന പെൺകുട്ടിയല്ല, അവക്കൊരു അമ്മയും അച്ഛനുമുണ്ട്. അതിൽ അവളുടെ അച്ഛനാണ് ബാലചന്ദ്രൻ എന്ന് തന്റെ ആങ്ങളമാരായ ശിവനൊക്കെ പറയാം. അപ്പൊ വൈജയന്തി പറയാണ്, അത് ദത്തുപുത്രിയല്ലേ, ദത്തുപുത്രിയായിട്ടല്ലേ എടുത്തിരിക്കുന്നത് എന്ന് പറയാണ്, ചോദിക്കുകയാണ്. അങ്ങനെയല്ല വൈജയ്, യഥാർത്ഥത്തിൽ നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബാലചന്ദ്രന് വേറൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ ബന്ധത്തിലുണ്ടായ പെൺകുട്ടിയാണ് ഈ അലീന. അലീന ഇത്രയും കാലം അവനും നമ്മളെ നാടകീയമായിട്ട് ഒളിപ്പിച്ച് നടത്തിയിട്ട് ഇപ്പൊ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുകയും ഇത് കേട്ട് ഞടുങ്ങിപ്പോവുകയും പെട്ടെന്ന് തന്നെ വൈജയന്തി ബാലചന്ദ്രനെ കാണാൻ പോവുകയും വാക്കുതർക്കമുണ്ടാകുകയും അങ്ങനെ ആ വീട് വിട്ട് ഇറങ്ങുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈജ ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നതിനിടയിൽ തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രത്തോളം ദുഷ്ടനും ഇത്രത്തോളം നീചനുമാണ് ഞാൻ അറിഞ്ഞില്ല, എന്നെ ചതിക്കുവല്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ചതിക്കുവല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ തുറന്നു പറഞ്ഞല്ലോ, നിനക്കും ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് വൈജ ചോദിക്കുന്നത്, എനിക്ക് എന്ത് അബദ്ധമാണ് പറ്റിയത്, എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങളെ വിവാഹം ചെയ്തത് മാത്രമാണ് എന്ന് പറയാട്ടോ. അതിന് ശേഷം വൈജയന്തി, ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കില്ല, ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞ് വൈജ സ്വന്തം വീട് വിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, അലീനയുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അലീനെ കടിച്ചു കീറുവാൻ പറ്റുന്ന ദേഷ്യത്തിൽ അലീനയെ രൂക്ഷമായി വിമർശിക്കുകയും ദേഹോദ്രവം ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ആ വീട് വിട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമൊക്കെയാണ്. എന്ത് പറയുന്നുണ്ട്, നീ കാരണമാണ് എന്റെ കുടുംബം തകർന്നത്, നീയാണ് ഈ കുടുംബത്തെ തകർത്തത്, ഞാൻ പോവുകയാണ്, നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് യാത്രയിൽ അലീനയോട് ദേഷ്യപ്പെട്ട് ആ വീട് വിട്ട് ഇറങ്ങിയ. അങ്ങനെ ആ യാത്രയിൽ വൈജയന്തിയുടെ മനസ്സിൽ മൊത്തം പകയും ദേഷ്യവും അറപ്പും തോന്നുന്ന ഒരു അനുഭവമൊക്കെ ആട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ട്, കരയുവാണോ എന്ന് ചോദിച്ചാൽ കരയുകയല്ല, പക്ഷെ പക മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ ഡ്രൈവ് ചെയ്യുകയാണെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ തോന്നാത്ത വിധം ഒരു ആത്മഹത്യയുടെ അവസ്ഥയിലേക്ക് പോകുന്ന വൈജയനെയാണ് കാണുന്നത്. അങ്ങനെ ഒടുവിൽ പല വാഹനങ്ങളിലും ഇടിച്ച് നിയന്ത്രണം വിട്ട് വൈജയുടെ വാഹനം തലകീഴായും പലതവണ മറിയുകയും അങ്ങനെ ആ വാഹനത്തിൽ അകപ്പെട്ടു പോയ വൈജയുടെ അവസ്ഥ വളരെ ദയനീയമായി പോവുകയൊക്കെ ചെയ്യുന്നതാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ മരണത്തെ മുഖാമുഖമായി കണ്ട് വലിയൊരു അപകടത്തിലേക്ക് വൈജ എടുത്തിയാടുകയാണ്. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധം, ആർക്കും ഒന്ന് താങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിൽ വൈജയുടെ അവസ്ഥ മാറുന്നതൊക്കെയാണ് വരുന്ന ആഴ്ചയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഈ വാർത്ത തന്റെ സഹോദരങ്ങളെയും തന്റെ ബന്ധുക്കളെയും എല്ലാം ഞെട്ടിക്കുമ്പോഴും ബാലചന്ദ്രൻ കുലുക്കമില്ലാതെ നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ അലീന ഈ സംഭവം അറിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുന്നതൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ.